പെരിങ്ങാട് പുഴയിൽ നിന്നും നെൽപ്പാടങ്ങളിലേക്കും കിണറുകളിലേക്കും ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ കഴിയാതെ പാവറട്ടി പഞ്ചായത്ത് അധികൃതർ. പഞ്ചായത്തിലെ 8-ാം വാർഡിലാണ് പുഴയിൽ നിന്നും പാടങ്ങളിലേക്കും വീട്ടുവളപ്പിലെ കിണറുകളിലേക്കും ഉപ്പുവെള്ളം കയറുന്നത്. നെൽപ്പാടങ്ങളെയും പുഴയെയും ബന്ധിപ്പിക്കുന്ന ചിറ മണ്ണിട്ടുകെട്ടി അടച്ചാണ് എല്ലാ വേനൽക്കാലത്തും ഉപ്പുവെള്ളത്തെ തടഞ്ഞിരുന്നത്. മഴക്കാലമാവുന്നതോടെ പുഴയിൽ ഉപ്പില്ലാതായാൽ മണ്ണ് നീക്കി ചിറ പൊളിച്ചു കളയുകയും ചെയ്യും. ഇപ്രാവശ്യം പഞ്ചായത്ത് ഫണ്ട് പാസാക്കിയിട്ടും ചിറ കെട്ടാൻ സാധിച്ചില്ല. നിലവിൽ പെരിങ്ങാട് പുഴയെ റിസർവ് വനമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചതിനാൽ വനം വകുപ്പിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ചിറ കെട്ടാൻ സാധിക്കൂ എന്ന നിലപാടിലാണ് വാർഡംഗം മണികണ്ഠൻ. വനം വകുപ്പിന്റെ അനുമതി ലഭിക്കാതെ വന്നതാണ് ചിറകെട്ടൽ അനിശ്ചിതത്തിൽ ആയതിനും ഉപ്പുവെള്ളം പാടങ്ങളിലേക്ക് കയറിയതിനും കാരണമായത്. ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന പെരിങ്ങാട് പുഴ റിസർവ് ഫോറസ്റ്റ് ഉത്തരവ് പിൻവലിക്കണമെന്ന ആവശ്യമായി തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമരത്തിലാണ് പ്രദേശത്തെ ജനങ്ങൾ. നിയമപരമായി പഞ്ചായത്തിന്റെ അധീനതയിൽ വരുന്ന പെരിങ്ങാട് പുഴയെ വനം വകുപ്പ് കയ്യേറിയിട്ടും അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാനോ പുഴയെ പുഴയായി സംരക്ഷിക്കുവാനോ പഞ്ചായത്ത് ഭരണസമിതി യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും നിരന്തരമായി സമരം നടത്തിയിട്ടും അതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതി. പുഴയെ റിസർവ് ഫോറസ്റ്റ് ആക്കുന്ന പദ്ധതിയെ അനുകൂലിക്കുന്ന 8-ാം വാർഡ് അംഗത്തിന്റെ നിലപാടിനെതിരെയും ആളുകൾ പ്രതിഷേധം അറിയിച്ചു. ഫോറസ്റ്റിന്റെ പേരും പറഞ്ഞ് ജനങ്ങളെ പീഡിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ നാട് എത്തിയിരിക്കുകയാണ്. ഫോറസ്റ്റിനാണ് സ്ഥലമെന്ന് പറയുകയും കാലങ്ങളായിട്ടുള്ള ബണ്ട് കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് പഞ്ചായത്ത് മാറി നിൽക്കുകയും ചെയ്യണം. പഞ്ചായത്തിന്റെ വലിയ അനാസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പഞ്ചായത്ത് സംരക്ഷിക്കപ്പെടേണ്ട ചുമതല, പഞ്ചായത്തിന്റെ സ്ഥലം സംരക്ഷിക്കപ്പെടേണ്ട ചുമതല പഞ്ചായത്തിനാണ്, അല്ലാതെ ഫോറസ്റ്റിനല്ല. ഇത് അത്രയും പെട്ടെന്ന് ചെയ്ത് ജനങ്ങളെ രക്ഷിക്കേണ്ട സ്ഥിതി ചെയ്യേണ്ടത് പഞ്ചായത്താണ്. പഞ്ചായത്ത് ചെയ്യുന്നില്ല, പഞ്ചായത്ത് തിരിഞ്ഞു നോക്കുന്നില്ല. ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് എത്തിയുള്ളത്. നൂറുകണക്കിന് ആളുകളുടെ കുടിവെള്ളത്തിലേക്കാണ് ഉപ്പുവെള്ളം കയറിയിരിക്കുന്നത്. വീട്ടിലെ വെള്ളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ പാടത്തെ വെള്ളം ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ആ ശുദ്ധജലം നശിക്കുകയാണ് ഈ ഉപ്പുവെള്ളം കയറിയിട്ട്. ഇവിടെ ഒരു ചെറിയ ഇടബണ്ട് അല്ലെങ്കിൽ ചെറിയൊരു ചിറ പോലെ ഇവിടെ ഉണ്ടായിരുന്ന ചിറ താന്നു കിടക്കുകയാണ്. ആ താന്നു കിടക്കുന്ന ചിറ ഒന്ന് കനം വെപ്പിക്കാൻ പോലും പഞ്ചായത്തിന് പറ്റുന്നില്ല എന്ന് വരുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ എന്താണ് ചെയ്യുക?